നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഭാരത് ജോഡോ ന്യായ് യാത്ര സംഭവബഹുലമാകുന്നു. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് മണിപ്പൂരിലെ ധൗബലിയിൽ തുടക്കം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ രാഹുൽ ഗാന്ധിക്ക് പതാക കൈമാറിയതോടുകൂടി യാത്രയ്ക്ക് തുടക്കമായി. മണിപ്പൂരിലെ സാഹചര്യം സൂചിപ്പിച്ച് നരേന്ദ്രമോദിക്കും BJPക്കും എതിരെ ആഞ്ഞടിച്ചാണ് രാഹുലും ഖാർഗെയും യാത്രയ്ക്ക് തുടക്കമിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടക്കുന്നതിനിടെ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മുൻ കേന്ദ്ര മന്ത്രി രാജിവെക്കുകയും ചെയ്തു. മുൻ കേന്ദ്രമന്ത്രി മിലിന്ദ് ദേവറ കോൺഗ്രസ് വിടുന്നുവെന്നാണ് പുതിയ വിവരം. സീറ്റ് തർക്കത്തെ തുടർന്നായിരുന്നു മിലിന്റെ രാജി. തന്റെ 55 വർഷം നീണ്ട കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നതായി ദേവ് പറയുകയാണ്. അതേസമയം മണിപ്പൂരിനെ സമാശ്വാസിപ്പിക്കാൻ ഇന്നുവരെ പ്രധാനമന്ത്രി തയ്യാറായിട്ടില്ലെന്ന് രാഹുൽ യാത്രയിൽ തുറന്നടിച്ചു. മണിപ്പൂർ ഇന്ത്യയിലല്ല എന്നാണ് BJPയുടെയും RSSന്റെയും ഭാവം. മണിപ്പൂരിനോട് BJPക്ക് വിദ്വേഷമാണ്. ആ രാഷ്ട്രീയം തുറന്നു കാട്ടാനാണ് ഈ യാത്ര. നമ്മുടെ മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. ഒരിക്കലും കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ മണിപ്പൂരിൽ ആദ്യം വന്നപ്പോൾ കണ്ടതും മണിപ്പൂർ ലക്ഷങ്ങൾ ദുരിതത്തിലായ സാഹചര്യം ഉണ്ടായിട്ടും മോദി ഒരിക്കൽ പോലും വന്നിട്ടില്ല എന്നതാണ്. മണിപ്പൂരിനെ ഇന്ത്യയുടെ ഭാഗമാക്കി BJP കാണുന്നില്ല എന്നത് ഇന്ത്യയിൽ നിന്നും വ്യക്തമാണ്. ജനങ്ങളുടെ വേദന മനസ്സിലാക്കുന്നില്ല. യാത്ര തുടക്കത്തിൽ തന്നെ പല അഭിപ്രായങ്ങളും വന്നു. പക്ഷേ മണിപ്പൂരിൽ നിന്ന് തന്നെ യാത്ര തുടങ്ങുമെന്ന് കോൺഗ്രസ് തീരുമാനിക്കുകയായിരുന്നു. മണിപ്പൂരിൽ നഷ്ടമായതെല്ലാം കോൺഗ്രസ് തിരിച്ചു കൊണ്ടുവരുന്നു എന്നും രാഹുൽ പ്രഖ്യാപിച്ചു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയടക്കം BJPയും നരേന്ദ്രമോദിയും ചേർന്ന് ചില ആളുകൾക്ക് മുന്നിൽ അടിയറ വെച്ചിരിക്കുകയാണ്. അതിരൂക്ഷമായ വിലക്കയറ്റത്തെയും തൊഴിലില്ലായ്മയുമാണ് രാജ്യം നേരിടുന്നത്. പിന്നാക്ക വിഭാഗങ്ങളുടെ എല്ലാം ശബ്ദം നഷ്ടമായിരിക്കുന്നു. ഈ വിഷയങ്ങൾ യാത്രയിൽ ഉയർത്തിക്കാട്ടും. ദുരിതം നേരിടുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്ക് എല്ലാം ന്യായ് യാത്രയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 66 ദിവസം നീളുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര 15 സംസ്ഥാനങ്ങളിലെ 110 ജില്ലകളിലൂടെയാണ് കടന്നുപോകുന്നത്.